പലതരത്തിലുള്ള വൃക്ഷങ്ങളെ കാണാൻ പറ്റും. ഒന്ന്, നല്ലവണ്ണം വളരും, ഒത്തിരി ശിഖരങ്ങളുണ്ടാവും, പക്ഷേ അതിൽ ഒരു ഫലവും കാണത്തില്ല. എന്നാൽ ചിലതുണ്ട്, അത് സീസണുകളിൽ മാത്രം കായ്ക്കും, പിന്നീട് കായ്ക്കത്തില്ല. എന്നാൽ ചിലത് എല്ലാ സീസണിലും കായ്ക്കുക മാത്രമല്ല, എപ്പോഴും ഫലം തരുന്നു വരണം. പിന്നീടൊരു വൃക്ഷം കൂടെ ഉണ്ട്, അത് ആകാത്ത ഫലം കായ്ക്കുന്നത്. എപ്പോഴും ഫലം തരുന്ന വൃക്ഷത്തിന് യജമാനന് അതിനോടൊരു പ്രത്യേക ശ്രദ്ധ കാണും. നീ എപ്പോഴും ഫലം കായ്ക്കുന്നെങ്കിൽ നീ ദുഷ്ടൻ്റെ കണ്ണിലെ ഒരു നോട്ടപ്പുള്ളിയാണ്. പക്ഷേ നിന്റെ യജമാനൻ ഏറ്റവും വലിയവനായതുകൊണ്ട് ദുഷ്ടന് നിന്നോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ നാം സേവിക്കുന്ന ദൈവമാണ് വലുത്. ഹല്ലേലൂയ. നിന്റെ ഡോളറോ നിന്റെ ഹല്ലേലൂയ സമ്പത്തോ വീടോ ഒന്നുമല്ല. ഹല്ലേലൂയ. നിനക്ക് ഹല്ലേലൂയ നിന്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കുവാനുള്ളത് നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെയാണ്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറയാണെങ്കിൽ ഹല്ലേലൂയ, നിന്റെ പിതാവ് പ്രാർത്ഥിക്കുമെങ്കിൽ, നിന്റെ പിതാവ് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുമെങ്കിൽ ഹല്ലേലൂയ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്താണ് വാഗ്ദത്തം? എനിക്കിനി മുന്നോട്ട് പോകാൻ ഒരടി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എൻ്റെ എല്ലാ വഴികളും മുന്നോട്ട് തടയപ്പെട്ടു. ഞാൻ ഇനി ജീവിക്കത്തില്ല. മെഡിക്കൽ സയൻസ് പറഞ്ഞു നീ മരിച്ചു പോകും. ഡോക്ടേഴ്സ് കൂട്ടമായി പറഞ്ഞു ഈ രോഗി ഇനി ജീവിച്ചിരിക്കുകയില്ല. ലോകവും പിശാചും ഒന്നിച്ചു പറയുന്നു നിനക്കിനി ഭാവി ഉണ്ടാകുകയില്ല. സകല ഡോക്ടേഴ്സും വിധി എഴുതി ഈ ഗർഭപാത്രത്തിൽ ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ല. നിനക്കൊരു തലമുറ ഇനി ജനിക്കുകയില്ല. നിനക്കൊരു വിവാഹം ഇനി നടക്കുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ സകലതും നോ പറയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്ന ദൈവപൈതലിനോട് ദൈവം പറയുന്നതാണ് ദൈവിക വാഗ്ദത്തം. ഞാൻ നിന്നെ ജീവിപ്പിക്കും. ഞാൻ നീ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. നീ മരിക്കയില്ല. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ഭാവിയെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും. നിനക്ക് തലമുറകളെ നൽകി ഞാൻ ഹല്ലേലൂയ നിന്റെ ഭാവി ഞാൻ ശോഭനമാക്കും. ഹല്ലേലൂയ. നിന്റെ അടഞ്ഞ വാതിലുകളെ ഞാൻ തുറക്കും. ഇതാണ് ദൈവിക വാഗ്ദത്തം. ശത്രു എത്ര വലിയ മതിൽ കെട്ടിയാലും ഹല്ലേലൂയ ദൈവം ആ മതിലിനെ മാറ്റാൻ വേണ്ടിയല്ല പോകുന്നത്. ആ മതിലിന് മുകളിലൂടെ നിന്നെ പടർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞുവെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ കിടക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആ വാഗ്ദത്തത്തെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാനും തമ്മിൽ ഹല്ലേലൂയ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പ്രാർത്ഥനകളെ ഏറ്റുപറയുവാനും കർത്താവ് ഈ നാളുകളിൽ നമ്മളെ ശക്തീകരിക്കണം.